അറ്റ്ലാന്റിസ്, ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പറയുന്നത് ഈ പേരിൽ പണ്ട് ഒരു ഭൂഖണ്ഡം ഉണ്ടായിരുന്നു എന്നാണ്. സമുദ്രത്തിൽ ഈ ഭൂഖണ്ഡം കാണാതായത്രേ, അപ്രത്യക്ഷമായി പോയത്രേ. പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രം എന്ന സമുദ്രത്തിന് ആ പേര് വരാൻ തന്നെ അറ്റ്ലാന്റിസ് എന്ന ഭൂഖണ്ഡമാണത്രേ കാരണം. അറ്റ്ലാന്റിസ് എന്ന ഭൂഖണ്ഡം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് വലിയ തർക്കങ്ങൾ നടക്കാറുണ്ട്. ഇതിനെക്കുറിച്ച് പല ഇൻട്രസ്റ്റിംഗ് ആയ തിയറികളും കാഴ്ചപ്പാടുകളും കേൾക്കാറുണ്ട്. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാഴ്ചപ്പാടിനെക്കുറിച്ച് ഇന്ന് പറയാം. ചിലർ പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഭൂഖണ്ഡങ്ങളിൽ ഒന്നാണ് അറ്റ്ലാന്റിസ് എന്നാണ്. അവിടെയും മനുഷ്യരുണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. അവിടുത്തെ മനുഷ്യർ, ആ സിവിലൈസേഷൻ വളരെയധികം അഡ്വാൻസ്ഡ് ആയിരുന്നു അത്രേ. വളരെ വലിയ ഹൈറ്റ്സിലെത്തിയൊരു സിവിലൈസേഷൻ ആയിരുന്നു അത്രേ. പക്ഷേ അത് തന്നെ വളരെ വലിയൊരു അപകടമായി മാറുകയും ചെയ്തു അത്രേ. നോക്കൂ, വളർച്ച നല്ലതാണ്, പക്ഷേ അതൊരു ദിശയിൽ മാത്രമാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. ശക്തി മാത്രം വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ അത് അപകടമാണ്. ഏതൊരു സമൂഹമായിരുന്നാലും ശക്തി മാത്രമാണ് വർദ്ധിക്കുന്നതെങ്കിൽ അവർ അപകടത്തിലേക്കാണ് പോകുന്നത്. ശക്തിക്കൊപ്പം വിവരം, അറിവ് ഇതൊക്കെ ആവശ്യമാണ്. എല്ലാം ഒരുപോലെ വളർന്നാൽ മാത്രമേ സമൂഹം ബാലൻസ്ഡായി നിൽക്കുകയുള്ളൂ. പറയുന്നത് ഇന്നത്തെ ലോകവും നമ്മളും ഇതേ പ്രശ്നമാണ് നേരിടുന്നത് എന്നാണ്. എന്തായിരുന്നാലും ഇവർ പറയുന്നത് അറ്റ്ലാന്റിസ് എന്ന ഭൂഖണ്ഡം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ കാരണം സമുദ്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തമോ ഒന്നുമല്ലെന്നാണ്. അതിന് കാരണക്കാർ മനുഷ്യർ തന്നെയാണത്രേ. പറയുന്നത് ആ മനുഷ്യ സമൂഹവും അറ്റോമിക് എനർജി കണ്ടെത്തിയിരുന്നു എന്നാണ്. അവർ അത് ഉപയോഗിച്ചിരുന്നു അത്രേ. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ, ശക്തി ഒരു ക്രമം വിട്ട് വർദ്ധിക്കുമ്പോൾ അത് അപകടമാണ്. അതാണ് ആ ഭൂഖണ്ഡത്തിന് സംഭവിച്ചതത്രേ. പറയുന്നത് ഈജിപ്തിൽ അലക്സാൻഡ്രിയ എന്ന നഗരത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ലൈബ്രറിയിൽ അറ്റ്ലാന്റിസ് എന്ന ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള പല അറിവുകളും സൂക്ഷിക്കപ്പെട്ടിരുന്നു എന്നാണ്. നിർഭാഗ്യവശാൽ ഈ ലൈബ്രറി നശിപ്പിക്കപ്പെട്ടു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധം നടന്നപ്പോൾ, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധം നടന്നപ്പോൾ, ഒരു അധിനിവേശം ഉണ്ടായപ്പോൾ ഈ ലൈബ്രറിക്ക് തീ വച്ചു. അങ്ങനെ ഈ ലൈബ്രറി നശിച്ചു. പറയുന്നത് ഈ ലൈബ്രറി കത്തി നശിച്ചപ്പോൾ അതിന് കൂട്ടത്തിൽ അറ്റ്ലാന്റിസ് എന്ന ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നശിച്ചു എന്നാണ്. കാരണം അവ സൂക്ഷിക്കപ്പെട്ടിരുന്നത് ഇവിടെയാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ലോകം മുഴുവനും ഒരു പ്രത്യേകതരം കഥ നമുക്ക് കേൾക്കാൻ സാധിക്കും. ഒരു വളരെ വലിയ പ്രളയത്തിൻ്റെ കഥ, വളരെ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ കഥ. പറയുന്നത് അറ്റ്ലാന്റിസ് എന്ന ഭൂഖണ്ഡം മുങ്ങിപ്പോയപ്പോഴാണ് അതിനെ ബേസ് ചെയ്ത് വന്ന കഥയാണിതെന്നാണ്. ക്രിസ്ത്യൻസിൻ്റെ കഥ പരിശോധിച്ചാലും, ജൂതന്മാരുടെ കഥ പരിശോധിച്ചാലും, ഹിന്ദുക്കളുടെ കഥ പരിശോധിച്ചാലും എല്ലാവരുടെ കഥകളിലും വളരെ വലിയൊരു പ്രളയത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ചു പേർ മാത്രം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പറയുന്നത് നോഹയുടെ പേടകവും അതിൽ രക്ഷപ്പെടുന്ന ആൾക്കാരുടെ കഥയെല്ലാം അറ്റ്ലാന്റിസിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ആൾക്കാരുടെ കഥയാണെന്നാണ്.